പറഞ്ഞു വന്നാൽ ഭയപ്പെടാതിരിക്കാനാകാത്ത കാര്യങ്ങളിലേക്കാണ് ഇന്ന്. മഞ്ഞുമലകൾ ഉരുകിയത് കൊണ്ട് മാത്രം ഈ നൂറ്റാണ്ടിലെ ആദ്യ 25 വർഷം കൊണ്ട് ഉയർന്നത് 2 സെന്റിമീറ്റർ കടൽ നിരപ്പാണ്. ഓരോ വർഷവും ഉരുകുന്നത് 27,300 ടൺ മഞ്ഞുമലയാണ്. ഒരു വർഷം ഉരുകി കടലിലേക്ക് ഇറങ്ങുന്ന ഈ വെള്ളത്തിന്റെ അളവ് എത്രയാണെന്നറിഞ്ഞാൽ ഒന്നുകൂടി പരിഭ്രമിക്കും. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 850 കോടി മനുഷ്യർക്കും 30 വർഷം കുടിക്കാൻ വേണ്ടത്ര വെള്ളമാണ് ഓരോ വർഷവും മഞ്ഞുമലയിൽ നിന്നും ഒലിച്ചിറങ്ങുന്നത്. ഈ കണക്ക് മഞ്ഞുമലയിൽ നിന്നും ഉരുകിയിറങ്ങുന്നതിന്റെ മാത്രമാണ്. മറ്റു കാരണങ്ങൾ കൂടി ചേർത്ത് കൊച്ചിയിൽ 2030 ആകുമ്പോഴേക്കും 11 സെന്റിമീറ്റർ കടൽ നിരപ്പ് ഉയരുമെന്നാണ് നാസ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 2040 ആകുമ്പോഴേക്കും 15 സെന്റിമീറ്ററും 2050 ആകുമ്പോഴേക്കും 30 സെന്റിമീറ്ററുമാണ് ഉയരുക. 105 വർഷം കഴിഞ്ഞ് 2130 കൊച്ചിയിലെ സമുദ്രനിരപ്പ് ഇപ്പോഴുള്ളതിൽ നിന്നും 1 മീറ്റർ മുകളിലായിരിക്കും. 1 മീറ്റർ ഉയർന്ന് തിരമാല വരുമ്പോഴേക്കും എത്ര വലിയ ആഘാതമാണ് ഇപ്പോൾ നേരിടുന്നത് എന്ന് കാലവർഷത്തിൽ കാണുന്നതാണ് നമ്മൾ. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കടൽ ഉയർന്ന് തീരം മുങ്ങുമ്പോൾ വേണോ മണൽ വാരൽ? നാസയുടെ സീ ലെവൽ ചേഞ്ച് വെബ്സൈറ്റ് ഇന്ത്യയിൽ ട്രാക്ക് ചെയ്തിരിക്കുന്ന 7 നഗരങ്ങളിൽ ഒന്ന് കൊച്ചിയാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സമുദ്രനിരപ്പ് ഉയരുന്ന ജനവാസ മേഖലകളിൽ ഒന്നാണ് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരം. കൊച്ചിയും മംഗലാപുരവും ഗോവയും മുംബൈയും ഗുജറാത്തും ഒക്കെ ആ ഭീഷണിയിലാണ്. കൊച്ചിയിൽ എങ്ങനെയാണ് സമുദ്രനിരപ്പ് ഉയരുക എന്ന നാസയുടെ ഈ സീ ലെവൽ ചേഞ്ച് സംവിധാനം കാണിച്ചു തരുന്നുണ്ട്. ഇത് ആളുകളിൽ പരിഭ്രാന്തി ഉണ്ടാക്കാൻ ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ ഗ്രാഫിക്സ് വിഭാഗം ചെയ്യുന്നതല്ല. കൊച്ചിയിൽ 2030 ആകുമ്പോഴേക്കും ഇപ്പോഴുള്ളതിന്റെ 0.11 മീറ്റർ, അതായത് 11 സെന്റിമീറ്റർ ജലനിരപ്പ് ഉയരും എന്നാണ് കണ്ടെത്തൽ. 2040 ആകുമ്പോഴേക്കും 15 സെന്റിമീറ്ററും 2050 ആകുമ്പോഴേക്കും 30 സെന്റിമീറ്ററും ഉയരും. 105 വർഷം കഴിഞ്ഞ് 2130 ആകുമ്പോഴേക്കും 1 മീറ്ററിൽ അധികമാകും ആ വളർച്ച. ഇത് ആവർത്തിച്ച് പറയേണ്ടത് ഇപ്പോ ആഴക്കടൽ മണൽ ഖനനം നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ്. വികസനത്തിന് പല വഴികളുണ്ട്. അവയെല്ലാം ചെറിയ കാരണങ്ങൾ പറഞ്ഞ് മുടക്കാനും പാടില്ല. പക്ഷേ കടൽ മണൽ ഖനനം ഉയർത്തുന്നത് അത്ര നിസ്സാരമാക്കാവുന്ന വിഷയമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നേച്ചർ മാസികയുടെ പുതിയ ലക്കം. ഹിമപാളികൾ ഉരുകിയത് കൊണ്ട് മാത്രം 2 സെന്റിമീറ്റർ സമുദ്രനിരപ്പ് ഉയർന്നു കഴിഞ്ഞു എന്നാണ് എഡിൻബർഗിലെയും സൂറിച്ചിലെയും ഗവേഷകർ കണ്ടെത്തിയത്. 1 സെന്റിമീറ്റർ ഉയർന്നാൽ തന്നെ ലോകമെങ്ങും 20 ലക്ഷം ആളുകളെ ബാധിക്കും എന്നാണ് കണക്ക്. കൊച്ചിയിൽ 2030 ആകുമ്പോഴേക്കും ഉയരുന്നത് 11 സെന്റിമീറ്റർ ആണെന്ന് ഒരു ഞെട്ടലോടുകൂടി നമുക്ക് ഓർക്കാം. അലോസരപ്പെടുത്തുന്നതാണെങ്കിലും കൊല്ലത്തെ മൺട്രോ തുരുത്താണ് പാഠമായി മുന്നിലുള്ളത്. അല്ലെങ്കിൽ കൊച്ചിയിൽ ഹൈക്കോടതിയിൽ നിന്ന് വിളിപ്പാടകലെയുള്ള താന്തോന്നി തുരുത്തിൽ ചെന്ന് നോക്കാം. 10 വർഷം മുൻപ് വെള്ളം എവിടെ വരെ ആയിരുന്നുവെന്നും ഇപ്പോ എവിടെ വരെ എത്തിയെന്നും അവിടെയുള്ളവർ ചൂണ്ടിക്കാട്ടിത്തരും. എന്തുകൊണ്ട് കടൽ നിരപ്പ് ഉയരുന്നു എന്ന ചോദ്യത്തിന് കേരളം മാത്രം വിചാരിച്ചാൽ തടയാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യമാണ് ഉത്തരം. ആഗോളതാപനം തന്നെയാണ് ഒന്നാമത്തെ കാരണം. 50,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഇപ്പോൾ മഞ്ഞുപാളികൾ ഉള്ളത്. 2000-നു ശേഷം മാത്രം അതിന്റെ 5% ഉരുകി ഇറങ്ങിക്കഴിഞ്ഞു. രണ്ടാമത്തെ കാരണം താപനില കൂടി കടൽ ജലത്തിന്റെ അളവ് വികസിക്കുന്നതാണ്. അതും നിസ്സാരമല്ല. ലോകത്തെ സമുദ്രനിരപ്പ് ഉയരുന്നതിൽ 1/3 പങ്ക് ഇങ്ങനെ വികസിക്കുന്ന സമുദ്രജലത്തിനുമുണ്ട്. എങ്ങനെയാണ് പല തലമുറകൾക്ക് മുന്നിൽ കടൽ മാറിയത് എന്നതിന് കൃത്യമായ കണക്കുണ്ട്. 1880 നിന്ന് ഇന്ന് വരെ എത്തുമ്പോൾ കടൽ നിരപ്പ് 21 സെന്റിമീറ്റർ ഉയർന്നു കഴിഞ്ഞു. എന്നാൽ ഈ ഉയർച്ചയുടെ വേഗം കൂടിയത് സമീപകാലത്താണ്. 1993 0.18 സെന്റിമീറ്റർ വീതം മാത്രമാണ് ഒരു വർഷം ഉയർന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ 0.42 സെന്റിമീറ്റർ വീതം ഉയരുകയാണ്. ഇത് 2500 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും വേഗത്തിൽ സമുദ്രനിരപ്പ് ഉയരുന്ന ഘട്ടമാണെന്നും കാണാം. ഇതിൽ മറക്കരുതാത്ത ഒരു വസ്തുതയുണ്ട്. എല്ലായിടത്തും ഒരേ നിലയിലല്ല സമുദ്രനിരപ്പ് ഉയരുന്നത്. കേരളത്തിൽ കൊച്ചിയിൽ മാത്രമാണ് നാസ വിവരം ശേഖരിച്ചു വരുന്നത്. മുംബൈയിൽ കൊച്ചിയേക്കാൾ വേഗത്തിൽ ഉയരുന്നുണ്ട്. മുംബൈയിൽ 1987 മുതൽ 2021 വരെയുള്ള കാലത്ത് 4.44 സെന്റിമീറ്റർ ആണ് സമുദ്രനിരപ്പ് ഉയർന്നത് എങ്കിൽ കൊച്ചിയിൽ അത് 2.213 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെ സമുദ്രനിരപ്പ് ഉയർന്നാൽ
പലതരത്തിലാണ് മനുഷ്യരെ അത് ബാധിക്കുക. തീരത്തോട് ഏറ്റവും ചേർന്ന് താമസിക്കുന്നവർക്ക് വാസസ്ഥലം തന്നെ നഷ്ടമാകും. തുറമുഖങ്ങൾ ഉൾപ്പെടെ മാറ്റി നിർമ്മിക്കേണ്ടി വരും. ശുദ്ധജലത്തിന്റെ ലഭ്യത കുറയും. പുതിയ തീരങ്ങൾ ഉണ്ടായി വരുമ്പോൾ കൂടുതൽ കിണറുകളിലേക്ക് ഉപ്പുവെള്ളം കലരുന്നതും കാണാം. മീൻ പിടിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാകും. വിഴിഞ്ഞത്ത് മുതലപ്പുഴയിൽ എന്നതുപോലെ കൂടുതൽ മേഖലകളിൽ അപകടപ്പൊഴികൾ രൂപപ്പെടാം. നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് ഇന്ത്യയുടെ തീരദേശത്തിന്റെ 33% 1990-നും 2016-നും ഇടയിൽ നഷ്ടമായി എന്നാണ്. ആ പഠനത്തിൽ 40% തീരം നഷ്ടമായെന്ന് കണ്ടെത്തിയ ഏക സംസ്ഥാനം കേരളമാണ്. ഗുജറാത്തിൽ 26%, മഹാരാഷ്ട്രയിൽ 24%, ഗോവയിൽ 12%, കർണാടകത്തിൽ 22%മാണ് തീരം നഷ്ടമായത്. സ്വാഭാവികമായി തന്നെ 40% തീരം നഷ്ടമായ കേരളത്തിലാണ് ഇപ്പോൾ മണൽ ഖനനം നടത്താൻ പോകുന്നത്. ഇത് ഈ തീരദേശവാസികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, നമ്മൾ ഓരോരുത്തരുടെയും നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. നേച്ചർ മാസികയിൽ പുതിയ പഠനം പ്രസിദ്ധീകരിച്ചതും കേന്ദ്ര സർക്കാർ ഖനനത്തിന് ടെൻഡർ ക്ഷണിച്ചതും ഈ അടുത്തടുത്ത ദിവസങ്ങളിലായത് ഒരുപക്ഷെ യാദൃശ്ചികമാകാം. പക്ഷേ രണ്ടും ചേർത്ത് വെച്ച് പഠിക്കുക തന്നെ വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം.